എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. മലയ്ക്ക് പോയി മാലയിട്ട് വരുന്ന എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് നയന കറികളൊക്കെ ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രേവതിയും ജാനകിയും അങ്ങോട്ട് വരുന്നത്. അവർ രണ്ടുപേരും വന്നിട്ട് നയനയെ കുറ്റപ്പെടുത്തണം. പക്ഷെ നയന ആ കുറ്റപ്പെടുത്തലുകളൊന്നും വീഴുന്നില്ല. അവസാനം നയന പറഞ്ഞു, അതെ, ഞാൻ എന്താണല്ലോ ഉണ്ടാക്കുന്നതിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ട് ആർക്കും ഇതുവരെയായിട്ടും വയറ് കേടായിട്ടൊന്നുമില്ല. അങ്ങനെയുള്ളവര് കഴിക്കണ്ടെന്ന് പറയാണ്. ഇതിപ്പോ ഒരു അടി രണ്ടുപേർക്കും കിട്ടാനില്ല. പെട്ടെന്ന് രേവതിയും വിളിച്ചോണ്ട് ജാനകി അങ്ങോട്ട് പോയിട്ട് പറയാം, അവൾക്ക് ഇത്ര അഹങ്കാരം കൂടിയിട്ടുണ്ട്. അവളുടെ അഹങ്കാരം ഏട്ടത്തെ മാറ്റിക്കോളൂന്നേ. വാ, നമുക്ക് അങ്ങോട്ട് പോവാന്ന് പറയണം. നല്ല സങ്കടമായിപ്പോയി നയനയ്ക്ക്. കുറച്ച് നാള് മുമ്പ് വരെ ഇളയമ്മയാണെങ്കിൽ തന്നോടൊപ്പം ഈ വീട്ടിൽ ആര് കുറ്റപ്പെടുത്തിയാലും തന്നോടൊപ്പം സൈഡിൽ നിന്ന ആളാ. പെട്ടെന്നാണ് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. അതിപ്പോ അനിയുടെ നന്ദുവിന്റെ വിഷയം വന്നു കഴിഞ്ഞപ്പോ തന്നെ ഇളയമ്മയുടെ മനസ്സങ്ങോട്ട് മാറി. ഒരു തെറ്റും ചെയ്യാതെ ഇപ്പൊ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞ പോലെയാ ഇളയമ്മയുടെ കുറ്റപ്പെടുത്തലുകളൊക്കെ കേട്ടോണ്ടിരിക്കുന്നത്. സാരമില്ല, എപ്പോഴെങ്കിലും ഇളയമ്മയ്ക്ക് ഇളയമ്മയുടെ തെറ്റ് ബോധ്യപ്പെടും. അങ്ങനെ ചിന്തയൊക്കെ നയനയുടെ ഉള്ളിൽ വരുന്നുണ്ട്. പിന്നീട് രേവതിനെ വിളിച്ചോണ്ട് പോയ ജാനകി പറഞ്ഞു, ഇത്രയും നാളായി കല്യാണം കഴിഞ്ഞു വന്നിട്ട് ഇതുവരെ ആയിട്ടും ആദർശം നയനയും തമ്മില് ഇതേ ഒരു ജീവിതം ഉണ്ടായിട്ടില്ലെന്നാ ജലജ പറഞ്ഞത്. ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു, എങ്ങനെ ഉണ്ടാവാനാ, അവരുടെ കയ്യിരിപ്പ് ഇതല്ലേന്ന് ചോദിക്കണം. അത് ശരിയാ, രണ്ടുപേരും കൂടെ ഹണിമൂൺ ട്രിപ്പ് പോകാനായിട്ട് സന്തോഷിച്ചിരുന്ന ആ സമയത്തല്ലേ ഏട്ടത്തി ഇങ്ങനെ പണി കൊടുക്കുന്നേ. ഏട്ടത്തിക്ക് വന്ന സമയം മുതൽ കാണത്തില്ലായിരുന്നേ. പിന്നെ ഞാനാണ് ഇവള് പാവമാണല്ലോ എന്നൊക്കെ ഓർത്തോണ്ട് ഇവളോടൊപ്പം നിന്നെ. അവസാനം എനിക്കിട്ട് തന്നെ ഇവള് പണിയാൻ നോക്കില്ലേ. സ്വന്തം അനിയത്തെ ഈ കുടുംബത്തിലേക്ക് കയറ്റിക്കൊണ്ട് വരാനായിട്ട്, അതും ഇത്രയധികം ഞാൻ സ്നേഹിച്ചു കൂടെ നിന്നിട്ട് എന്നോടൊരു വാക്ക് പോലും അവള് പറഞ്ഞില്ല എന്ന് പറയാൻ. രേവതി പറഞ്ഞു, പഠിച്ച കളിയാ, സൂക്ഷിക്കണം. ഇവറ്റകളൊക്കെ എന്തൊക്കെയാ ചെയ്യുന്ന പറയാനും പറ്റില്ല എന്ന് പറയണം. അത് ശരിയാ, ഒരു കാരണവശാലും അവൾമാർ ഈ വീട്ടിൽ സുഖത്തോടെ സന്തോഷത്തോടെ വാഴാൻ പാടില്ല. അറിയാലോ, പാവം എന്റെ അനാമികമാള് ഒരു തെറ്റും ചെയ്യാതല്ലേ അവള് ഇന്നും തൊട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, വയറ് കേടാക്കാൻ വേണ്ടിട്ട് അവൾമാര് മനഃപൂർവ്വം ചെയ്താ. അനാമികമോൾ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം അവൾമാർക്ക് മോളെ ഒട്ടും ഇഷ്ടമില്ല എന്ന് പറയണം. ഇത് കേട്ടാൻ ജാനകി പറഞ്ഞു, അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട കേട്ടോ. അറിയാലോ, എന്താണെങ്കിലും അവൾമാര് ഈ വീട്ടിൽ അധിക കാലമൊന്നും ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഏട്ടത്തെ തന്നെ മിക്കവാറും അടിച്ചിറക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയാം. അനാമികമോളെ പോലെ അല്ലോ അവൾമാർ ഇങ്ങോട്ട് കയറി വന്നേ. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അനാമികമോളുടെ കാര്യം ഞങ്ങൾക്ക് വിട്ടാലേ ഞങ്ങൾ അവളെ പൊന്നു പോലെ നോക്കിക്കോളാം. അവൾക്ക് ഒന്നിനും ഒരു കുറവ് ഇവിടെ ഉണ്ടാകത്തില്ലെന്ന് പറയണം. അനിയുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് നല്ല ടെൻഷനുണ്ട്. എനിക്കാണെങ്കിൽ ഇപ്പോഴും അനാമികമോളോട് അത്ര താല്പര്യമൊന്നുമില്ലെന്ന് പറയാം. അതെന്താ, അതൊന്നും കുഴപ്പമില്ല. നന്ദുവിന്റെ കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നോണ്ടായിരിക്കും. അധികം വൈകാതെ തന്നെ കണ്ടു അവന്റെ മനസ്സ് ശരിയാവും. ഈ മലയ്ക്കൊന്ന് പോയിട്ട് വന്നോട്ടെ. ശബരിമലയ്ക്ക് പോയിട്ട് വന്നതിന് ശേഷം ഞാൻ അവനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അവന് അനാമിക നല്ലതായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നേ, സന്തോഷമായിട്ട് ജീവിക്കുന്നൊക്കെ പറയണം. പിന്നീട് നയനയും കൂടി ചെന്നിട്ട് എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് അങ്ങോട്ട് വിളിക്കുകയാണ്. അപ്പൊ ഉച്ചയ്ക്കത്തുള്ള ചോറും കറികളും ഒക്കെ നയന റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരെയും വിളിച്ചു. എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് അങ്ങോട്ട് വരികയാണ്. അങ്ങനെ സ്വാമിമാർക്ക് ആദ്യം കൊടുക്കണമല്ലോ. അങ്ങനെ അവർക്ക് വിളമ്പുവാണ്. അപ്പൊ ആദർശ് മാത്രം വന്നിട്ടുണ്ടായിരുന്നില്ല. ആദർശ് നേരെ കമ്പനിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നയന അവർക്കെല്ലാം ഫുഡ് വിളമ്പി കൊടുത്ത് അവർ കഴിക്കാനായിട്ട് തുടങ്ങി കഴിയുമ്പോഴാണ് അങ്ങോട്ട് രേവതിയും ജാനകിയും ഒക്കെ വരുന്നത്. കൂടെ അനാമികയുണ്ട്. പെട്ടെന്ന് അനാമിക വന്നിട്ട് പറഞ്ഞു, അതെ, ഇവരുണ്ടാക്കിയ ഫുഡാണെങ്കിൽ ഒന്ന് സൂക്ഷിച്ചും കണ്ടും എല്ലാവരും ആഹാരം കഴിക്കാൻ നല്ലതെന്ന് പറയണം. ഇത് കേട്ടതും ജയൻ പറഞ്ഞു, അതെന്താ അനാമിക നീ അങ്ങനെ പറഞ്ഞേ? ഇവരുണ്ടാക്കിയ പായസം കുടിച്ചിട്ട് ഇവിടെ ഞങ്ങളുടെ ഒക്കെ വയറ് കേടായി. ഞങ്ങൾക്ക് രാവിലെ തൊട്ട് ഞങ്ങൾക്ക് ഇവിടെ എന്തൊരു അസ്വസ്ഥയാണെന്നറിയാവോ. നിലത്തിരിക്കാൻ സമയം കിട്ടിയിട്ടില്ലെന്ന് പറയാം. ഇത് കേട്ടതും ചാനി പറഞ്ഞു, അത് ശരിയാ, ഇവളുണ്ടാക്കിയ ആഹാരം ഇവളെ കൊണ്ട് തന്നെ ആദ്യം കഴിപ്പിച്ച് നോക്കണം, അതാ വേണ്ടിയെന്ന് പറയണം. ഇത് കേട്ടതും നയന പറഞ്ഞു, അതെ, അങ്ങനെ കഴിച്ചിട്ട് അതിന് ശേഷം ബാക്കി കൊടുക്കാനായിട്ട് പറ്റില്ല. ഇവര് സ്വാമിമാരാ. മലയ്ക്ക് പോകാൻ മാല ഇട്ടുണ്ടെങ്കിൽ അവര് സ്വാമിമാരാന്ന് പറയണം. ഓ, അത് നിനക്കൊരു ഇതായല്ലോ. ഇനിയിപ്പം നിനക്ക് എന്ത് വെള്ളം ഉണ്ടാക്കി കൊടുക്കാലോ. കുറ്റം പറയാതെ ഇവരിന്ന് കഴിച്ചിട്ട് പോണല്ലോ അല്ലേ നീ പറയണം. ഇതിടെ നയന പറഞ്ഞു, എന്തിനാ ഇളയമ്മ വെറുതെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നേ. ഞാൻ ഇതിലായിട്ട് നല്ല രീതിയിൽ തന്നെ ഫുഡ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് പറയണം. ജയൻ പറഞ്ഞു, അല്ല, നയനമോൾ ഉണ്ടാക്കിയ ഫുഡിന് എന്താ കുഴപ്പം? നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത്രയും കാലം നയന ഉണ്ടാക്കിയ ഫുഡല്ലേ ഇവിടെ എല്ലാവരും കഴിച്ചുകൊണ്ടിരുന്നേ. അപ്പൊ ആർക്കും ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. പെട്ടെന്ന് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കുക. അനി പറഞ്ഞു, അല്ല, അനാമയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ഒരു കാര്യം ചെയ്യ, നീ കഴിക്കണ്ട. നിന്റെ അമ്മ വന്നിട്ടുണ്ടല്ലോ, നിന്റെ അമ്മേനെ കൊണ്ട് നീ കൂടെ ഉണ്ടാക്കിച്ചാൽ മതി എന്ന് പറയണം. ഇത് കേട്ട രേവതി പറഞ്ഞു, അല്ല, എനിക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിനൊന്നും കുഴപ്പമില്ലെന്ന് പറയാം. പിന്നെന്താ കുഴപ്പം? അതങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്താൽ മതി. ഇനിയിപ്പം ഏട്ടത്തി ഉണ്ടാക്കുന്ന ഫുഡ് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ലെങ്കിൽ ഇവിടെ അടുക്കള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് വെച്ച് ഉണ്ടാക്കി കഴിച്ചാൽ എന്താ കുഴപ്പം? ഏട്ടത്തി തന്നെ ഉണ്ടാക്കി തരണം നിർബന്ധമൊന്നും ഇല്ലോ എന്ന് പറയാണ്. ജാനകി പറഞ്ഞു, എന്ത് പറഞ്ഞാലും അവന് അങ്ങനെയുണ്ട്.
ഞാനൊന്നും പറയുന്നില്ല, സ്വാമി ആയതുകൊണ്ട് ഞങ്ങൾ ക്ഷമിക്കുമെന്ന് പറയണേ. അനി പറഞ്ഞു, അതെ സ്വാമി ആണെങ്കിലും അല്ലെങ്കിലും പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തുറന്നു പറയും. അറിയാലോ എത്രയെന്ന് വെച്ചാൽ അത് കേട്ട് സഹിച്ചു ഇങ്ങനെ മുന്നോട്ട് നീങ്ങുന്നതെന്ന് ചോദിക്കണം. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പിന്നെ മാല ഇട്ടേക്കുന്നുണ്ട്, കൂടെ അവരൊന്നും പറഞ്ഞില്ല. ആ സമയത്ത് ദേവതി പറഞ്ഞു, എന്താണെങ്കിലും കൊള്ളാം, എന്റെ മോളെ ഇവിടുന്ന് പോച്ച് പുറത്തി അടിക്കാൻ വേണ്ടിയിട്ട് അവളുടെ വയറ് കേടാക്കാൻ വേണ്ടിയിട്ട് ആ പായസം രാവിലെ കുടിപ്പിച്ചേ എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പം അഭി പറഞ്ഞു, മിക്കവാറും അതിനുള്ള ചാൻസ് ഉണ്ട്, ഇവിടെ എന്തൊക്കെ നടക്കണമെന്ന് പറയണം. നയനിക്കങ്ങ് വല്ലാത്ത സങ്കടവും ദേഷ്യമായിപ്പോയി. നയന പറഞ്ഞതേ മനഃപൂർവ്വം ഞാൻ ഇന്നു വരെ ആർക്കും അങ്ങനെയും ചെയ്തിട്ടില്ല. കാരണം നമ്മള് ക്ഷേത്രത്തിൽ പോകുന്ന അത് പൂജാമുറിയിലൊക്കെ നമ്മള് ദൈവത്തിന് മുന്നിൽ പോയിന്ന് പ്രാർത്ഥിക്കാറുണ്ട്, വിഗ്രഹത്തിന് മുന്നിൽ പോയിന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അത് ഒരാൾക്ക് നാശം വരുത്തണമെന്ന് ഒരിക്കലും പ്രാർത്ഥിക്കാറില്ല. എന്ന് പറഞ്ഞ് എന്റെ സ്വഭാവത്തിൽ അങ്ങനെയാണ്, ഞാൻ ആർക്കും നാശം വരുത്താൻ വേണ്ടി പ്രാർത്ഥിക്കാറില്ല. പൂജാമുറിയിലും ക്ഷേത്രങ്ങളിലും മാത്രമല്ല ദൈവം ഇരിക്കുന്നത്, കഴിക്കുന്ന ഭക്ഷണത്തിലും ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഫുഡിനകത്ത് മായം കലർത്തുവോ അല്ലെങ്കിൽ വേറൊരാളെ അപകടപ്പെടുത്താനോ അവർക്ക് എന്തെങ്കിലും ദോഷം വരുന്ന കാര്യങ്ങളൊന്നും ഇന്ന് വരെ ചെയ്തിട്ടില്ല, ഇനി ഒട്ട് ചെയ്യാനും പോകുന്നില്ലെന്ന് പറയണം. അനാമി പറഞ്ഞു, പറച്ചില്ല ഇതൊക്കെയുണ്ട്, പക്ഷെ പ്രവൃത്തിയിൽ അങ്ങനെ ഇല്ലോ എന്ന് പറയണം. ഇത് കേട്ടത് അനാമി പറഞ്ഞു, അല്ല നയന പറഞ്ഞു, അല്ല അനാമയ്ക്ക് അറിയാവോ ഞാൻ ആ പായസത്തിൽ എന്തെങ്കിലും കലർത്തി എന്നുള്ള കാര്യം? ഇത് പറയേണ്ട കാര്യമില്ല, നിങ്ങളുടെ ചേച്ചി തന്നെ എന്നോട് പറഞ്ഞല്ലേന്ന് ചോദിക്കും. എന്താണെങ്കിലും എന്റെ ചേച്ചി അങ്ങനെ പറയുന്ന എനിക്ക് തോന്നില്ല എന്ന് പറയണം. അതൊക്കെ അനാമികയുടെ വെറും തെറ്റിദ്ധാരണ മാത്രം. അല്ലെങ്കിൽ ഒരാൾ പായസത്തിനകത്ത് എന്തെങ്കിലും കലക്കിയിട്ട് അത് ഞാൻ കലക്കിയെന്ന് പറഞ്ഞിട്ട് വിളിച്ചു നടക്കുമല്ലോ. അതുകൊണ്ട് അനാമ ഒരു കാര്യം ചെയ്യുക, അനാമികയാണോ അത് ചെയ്തത് അതോ അനാമികയുടെ വീട്ടുകാരാണോ എന്ന് ശരിക്കും ഒന്ന് ആലോചിച്ചിട്ട് അങ്ങോട്ട് പറയണം എന്നും പറഞ്ഞിട്ട് ഒന്നും മിണ്ടാതെ നയനെ അങ്ങോട്ട് പോവാണ്. അനാമയ്ക്ക് മുഖത്തടിയേറ്റുമല്ലേ ഇത്ര വെട്ടി തുറന്ന് പറയുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഇവർക്ക് എന്തൊക്കെയോ ഒരു സംശയങ്ങളുണ്ട്. ഇനിയിപ്പൊ പായസത്തിനകത്ത് അത് കലക്കുന്ന ഇവളുമാരാരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇത്ര തറപ്പിച്ച് പറയുന്നത്. നായനെ ഇത്ര ഉറപ്പിച്ച് പറയണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ഉണ്ട്. ഇനിയിപ്പൊ അവൾ ആ വീഡിയോ എടുത്ത പോലെ വല്ല വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടോ എന്നൊന്നും അറിയത്തില്ല. അങ്ങനെയാണ് ഇവളുമാരെ സൂക്ഷിക്കണം, ആ ഒരു ചിന്ത അനാമയുടെ ഉള്ളിലുണ്ടാവുന്നുണ്ട്. പിന്നീട് അനാമയ്ക്ക് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറി പോവാണ്. അതിനുശേഷം നയന മുറിയിലേക്ക് വരിക. നയനയ്ക്ക് വല്ലാത്ത സങ്കടമൊക്കെ വന്നു, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും ദേവേനെ ഇങ്ങോട്ട് വന്നു. ദേവേനെ വന്നിട്ട് ആഹാ നിനക്ക് ഈ മുറിയിൽ നിന്നെതിരായിട്ടും പുറത്ത് പോകാറായില്ലേന്ന് ചോദിക്കണം. അല്ലമ്മേ എനിക്ക് കുറച്ച് ജോലികളും കൂടെ ഉണ്ടായിരുന്നു ഈ മുറിയിലോ, നിന്നോട് പറഞ്ഞിട്ടില്ല ഈ മുറിയിൽ കയറണ്ടെന്ന്. ആദർശ് ഇപ്പൊ തന്നെ വരൂന്ന് പറയാണ്. അതിന് ആദർശേട്ടൻ വരട്ടെ, അതിനെന്താമേ കുഴപ്പം, മലയ്ക്ക് പോകുന്ന മാലയിട്ട് ആൾക്കാരുണ്ടെന്ന് ഓർത്തോണ്ട് അവിടുത്തെ സ്ത്രീകളൊക്കെ വേറെ വീട്ടിൽ പോയി താമസിക്കണമെന്നൊന്നും ഇല്ലോ എന്ന് പറയണം. അങ്ങനൊന്നുമില്ല, പക്ഷെ നിന്റെ കാര്യത്തിലെ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, ഈ മുറിക്കകത്ത് കയറുക പോലും വേണ്ടെന്ന് പറയാണ്. അതെന്താമ്മേ അങ്ങനെ പറഞ്ഞ്? അതിന്റെ ആവശ്യമില്ലാത്തോണ്ട് എന്ന് പറയാണ്. നയന പറഞ്ഞു, ഞാൻ ഈ മുറി കയറാനൊന്നും പോകുന്നില്ലെന്ന് പറയണം. 41 ദിവസം നോയമ്പാണ് എടുക്കുന്നത്, ആ 41 ദിവസം നീ മുറിയിലേക്ക് കയറായിരുന്ന ഭാഗ്യം. അത് മാത്രമല്ല ഈ വീട്ടിൽ നിന്ന് പോവാണെങ്കിൽ അത്ര സന്തോഷം എനിക്ക് വേറൊന്നും ഇല്ലാന്ന് പറയണം. ഇത് കേട്ടത് നയന പറഞ്ഞു, ആദർശേട്ടൻ മാല ഇടുന്ന കരുതിയിട്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ട ഒരു കാര്യമില്ലമ്മ എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ ഞാൻ മാത്രമല്ല അമ്മയെ അനാമികയും എല്ലാരും ഇവിടുന്ന് പുറത്തു പോകേണ്ട വരും, ഞാൻ കൂടുതൽ പറയണമെന്ന് ചോദിക്കുക. ഇത് കേട്ടതും ദേവേനയുടെ നാവടഞ്ഞു. നയന പറഞ്ഞു, അതെ ഞാൻ എന്താണെങ്കിലും താഴെ പോയി കിടന്നോളാം, പക്ഷെ ഒരു കാര്യമുണ്ട്, അതുപോലെ തന്നെ ബാക്കിയുള്ളവർ ഇവിടെ കിടക്കണമെന്ന് പറയാം. ദേവേന പറഞ്ഞു, ഓഹോ അപ്പൊ നീ എന്നാ ഞങ്ങളെ പഠിപ്പിക്കുകയാണെന്ന് ചോദിക്കും. അല്ല ഉള്ള കാര്യം പറഞ്ഞല്ലമ്മേ, ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കണമെന്ന് ചോദിക്കണം. ദേവേനിക്ക് ഉത്തരം മുട്ടി. കാരണം ആദർശിന്റെ മുറി നയന കിടക്കുന്നില്ല, പിന്നെ ജയന്റെ മുറി ദേവേനിക്ക് പോയി കിടക്കേണ്ട കാര്യമില്ല. മലയ്ക്ക് പോകാൻ മാലിട്ടവർ കിടക്കുന്നിടത്ത് അവർക്ക് കിടക്കേണ്ട കാര്യമില്ലല്ലോ. പെട്ടെന്ന് ദേവേന പറഞ്ഞു, അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം, ഞങ്ങളെ കൂടുതൽ നീ പഠിപ്പിക്കാൻ വരണ്ടെന്ന് പറയണം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. നയനയ്ക്ക് സത്യം പറഞ്ഞ ചിരിയും കൂടെ വന്നു അമ്മയുടെ പ്രവൃത്തി കണ്ടിട്ട്. കാരണം അമ്മയാണെങ്കിൽ തന്നെ ആദർശേണ്ട അകറ്റാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തിരിക്കുന്ന ഒരു പണിയാത്. പിന്നീട് ആദർശ് വൈകുന്നേരം വീട്ടിലേക്ക് വരുവാണ്. ആദർശിന് കഴിക്കാനുള്ള ഫുഡൊക്കെ നയന് പോയി എടുത്തു കൊടുക്കുന്നുണ്ട്. ആദർശന് നല്ല വിഷമം ഉണ്ടായിരുന്നു, കാരണം ഇന്ന് സന്തോഷത്തോടുകൂടി ഇരിക്കേണ്ട സമയമാണ്. പിന്നീട് ആദർശിന് ഫുഡ് കൊടുത്തോണ്ടിരിക്കുമ്പോൾ ദേവേന വന്നിട്ട് പറഞ്ഞു, അതെ ഇവനുള്ള ഫുഡൊക്കെ ഞാൻ എടുത്തു കൊടുത്താളെന്ന് പറയണം. ഇത് കേട്ടും ആദർശ് പറഞ്ഞു, അതെന്താമ്മേ അവളല്ലേ ഇത്ര നാൾ എടുത്തുകൊണ്ട് തന്നുകൊണ്ടിരുന്നേന്ന് ചോദിക്കും. ഇത്ര നാളത്തെ പോലെ അല്ല, ഇപ്പം നീ സ്വാമി ഇല്ലെന്ന് ചോദിക്കും. അതിനെന്താ കുഴപ്പമിരിക്കുന്നേ? അത് മലയ്ക്ക് പോകാൻ മാല ഇട്ടുണ്ടെങ്കിൽ ഭാര്യമാര് ഭർത്താക്കന്മാര് ഫുഡ് വിളമ്പി കൊടുക്കാറുണ്ട്, വേറൊരു കുഴപ്പമില്ലെങ്കിൽ. ഇവിടെ ഇപ്പൊ എന്താ കുഴപ്പമിരിക്കണമെന്ന് ചോദിക്കുക. അത് നീ അറിയേണ്ട കാര്യമില്ലെന്ന് പറയണം. ആദർശൻ, അമ്മ മലയ്ക്ക് പോകാൻ മാല ഇടാൻ പറഞ്ഞു, ഞാൻ മാല ഇട്ടു എന്നും പറഞ്ഞുകൊണ്ട് നായന എൻ്റെ അടുത്ത് വരില്ലെന്നോ അങ്ങനെയൊന്നും ഒരിടത്ത് എഴുതി വെച്ചിട്ടൊന്നുമില്ല, അതൊക്കെ അമ്മയുടെ വെറും തോന്നൽ മാത്രം എന്ന് പറഞ്ഞിട്ട് ആദർശ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ഇറങ്ങി പോകണം. ദേവേനിക്ക് ഇതിൽ ഒരു സങ്കടവും ദേഷ്യം വരാനില്ലായിരുന്നു. ഇപ്പൊ തന്നെ അവൻ വെറും ഒരു പുച്ഛഭാവത്തോടെ നോക്കുന്നേ എന്നൊരു ചിന്ത ദേവയുടെ മനസ്സിലേക്ക് ഉണ്ടാവുകയാണ്. പെട്ടെന്ന് ദേവേനിക്ക് ഇങ്ങനെ തല ഇറങ്ങുന്ന പോലെ തോന്നി. എന്താണെന്ന് അറിയത്തില്ല, രാവിലെ തൊട്ട് തുടങ്ങിയതാ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തലകറക്കം വന്നുകൊണ്ടേ ഇരിക്കുക. ഓ, ഈ പ്രഷർ കുറയുന്ന മറ്റാണോ എന്നോർത്തിട്ട് ദേവേനി അവിടെ ഇരിക്കുവാണ്.
അപ്പൊ നയനയെ ശ്രദ്ധിച്ചു. അമ്മയ്ക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണെന്ന് നയനിക്ക് മനസ്സിലാകും ചെയ്തു. ഇനിയിപ്പൊ താൻ ചോദിക്കാൻ പോകണ്ട, ചോദിക്കാൻ പോയിട്ടുണ്ടെ പിന്നെ ഇനി മതി, അത് മതി, ഇനി ഇത് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പൊ തന്റെ നേരെ ചാടിക്കളിക്കാനായിട്ട് വരാനായിട്ട് നയനെ അതുകൊണ്ട് കൂടുതലൊന്നും മിണ്ടിയില്ല. പിന്നീട് ആദർശ് മുറിയിലേക്ക് വന്നു. മുറി ചെന്ന് കഴിഞ്ഞപ്പോൾ ആദർശം എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നി. കാരണം ഇത്രയും ദിവസം നയനെ മുറിയിലുണ്ടായിരുന്നു. ഇപ്പൊ പെട്ടെന്ന് എന്തോ നയന ഇല്ലാത്തതുകൊണ്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. ആദർശ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നയനയുടെ വരുവാണ്. പെട്ടെന്ന് ആദർശ് നയനയും കൂടെ വിളിച്ചു. അപ്പൊ നയനയും കൂടെ എന്താ ആദർശേട്ടാ എന്തേലും വേണോന്ന് ചോദിക്കാം. ഒന്നും വേണ്ട, നീ ഇവിടെ ഇരിക്കാൻ പറയണം. വേണ്ട വേണ്ട, ഇരിക്കുമൊന്നും വേണ്ട, ഞാൻ താഴെ പോയി കിടന്നോളാം. ഇനിയിപ്പോ ഇതെങ്ങാനും കണ്ടുകൊണ്ട് അമ്മ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി എന്ന് പറയണം. ഇതേ നയനെ എന്നും പറഞ്ഞുകൊണ്ട് സ്വാമിമാരന്നോർത്തോണ്ട് ഇതേ ഭാര്യമാർക്ക് അടുത്ത് വന്നിരുന്ന് ഇരുന്നോർത്ത് ഒരു കുഴപ്പമില്ല. 41 ദിവസം ശരീരം നോയമ്പും ഒക്കെ എടുത്ത് നമ്മൾ പോയാൽ മതി. അത് മാത്രമല്ല ഏറ്റവും നല്ല നോയമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സാണ്. മനസ്സ് അശുദ്ധമാക്കി വെച്ചിട്ട് എത്ര ശരീരം നോയമ്പ് എടുത്തെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് പറയണം. നയന പറഞ്ഞു കുഴപ്പമില്ല ആദർശേട്ടാ, 41 ദിവസമല്ലേ ഉള്ളൂ, 41 ദിവസം പെട്ടെന്ന് തന്നെ പോയിക്കോളും, ഞാൻ താഴെ പോയി കിടന്നോളാന്ന് പറഞ്ഞിട്ട് നയന എന്ത് ചെയ്യണം, ഒരു പായം തലയണയൊക്കെ എടുത്തുകൊണ്ട് താഴത്തെ മുറിയിലേക്ക് അങ്ങോട്ട് പോവാം. ആദർശിന് നല്ല സങ്കടം വന്നു. തന്നെ നയനയെ അകറ്റി നിർത്താൻ വേണ്ടി അമ്മ ഇങ്ങനെയൊക്കെ പരിപാടികളൊക്കെ കാണിച്ചു കൂട്ടിയിരിക്കുന്നത്. ഈ സമയം മുത്തശ്ശി അങ്ങോട്ട് വരുവാണ്. മുത്തശ്ശി വന്നിട്ട് ചെല്ല മോളിത് എങ്ങോട്ടെ പായം തലവണയായിട്ട് പോകുന്ന ചോദിക്കാം. അല്ല മുത്തശ്ശി താഴെ കിടക്കണമെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? അമ്മ പറഞ്ഞു. ഓഹോ അങ്ങനെയാണോ, എന്നിട്ട് അവള് താഴെയാണോ വന്ന് കിടക്കണമെന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ മുത്തശ്ശി, അതെ മോളൊരു കാര്യം ചെയ്യാം, മോൾ അവിടെ മുറി പോയി ആദർശം മുറി പോയി താഴെ ഒരു ഷീറ്റ് വിരിച്ച് പാടിയിട്ട് കിടന്നാലും കുഴപ്പമില്ല, അതിൻ്റെ ഇപ്പോൾ മുറി മാറി കിടക്കണമെന്നൊന്നും ഇല്ലാന്ന് പറയണം. ഇത് കേട്ട് ഞാൻ നയന പറഞ്ഞു വേണ്ട മുത്തശ്ശി കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണം. വേണ്ട ഞാൻ അവളോടൊന്ന് ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എല്ലാവരും താഴെ വന്ന് കിടക്കേണ്ടതാണല്ലോ. അങ്ങനെ മുത്തശ്ശി അങ്ങ് ചെന്ന് കഴിയുമ്പോഴത്തേനും ജയന്റെ മുറിയിൽ ദേവേനി ഇരിക്കുന്ന കണ്ടേ. പെട്ടെന്ന് മുത്തശ്ശി എന്നിട്ട് ഓഹോ അപ്പൊ നീ നയനമോളെ താഴേക്ക് പറഞ്ഞു വിട്ടിട്ട് നീ മുറിക്കകത്ത് കയറി ഇരിക്കുവല്ലേന്ന് ചോദിക്കണം. അല്ലമ്മേ ഞാന് അപ്പൊ നിനക്ക് മാത്രം എന്താ ജയൻ മാല ഇട്ടെന്നൊന്നും ബാധകമല്ലേന്ന് ചോദിക്കണം. ഇത് കേട്ടോ ദേവേനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മുത്തശ്ശി പറഞ്ഞതേ മാലയിട്ട എല്ലാവരുമാണ്, എല്ലാവർക്കും നോയമ്പ് ഒരേപോലെ ബാധക, അതിപ്പോ നിനക്ക് മാത്രം വേറെ പ്രത്യേകിച്ച് പൊത്തുമുളൊന്നും വെച്ചിട്ടില്ല, പറഞ്ഞു കേട്ടല്ലോ, എല്ലാവർക്കും ഒരേപോലെയാന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ദേവേനി എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ഞെട്ടിത്തരിച്ച് നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഉറപ്പായിട്ട് ദേവേനിക്ക് നല്ല പണി തന്നെ കിട്ടും. കാരണം ദേവേനിക്ക് ഇടയ്ക്കിടയ്ക്ക് തലകറക്കം ഉണ്ടാകുന്നുണ്ട്. അതെന്തിന്റെ തലകറക്കമാണെന്ന് അറിയത്തില്ല. ഒരു പക്ഷേങ്കിൽ ആദർശിനിട്ട് നയനക്കിട്ടൊരു പണി കൊടുത്തെന്നുള്ള ഓർത്ത് സന്തോഷിച്ചിരിക്കുന്ന ദേവേനിക്കിട്ടായിരിക്കും മിക്കവാറും മണ്ഡലകാലം അവസാനിക്കാൻ പോകുന്നതിന് മുമ്പ് പണി കിട്ടുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.